പ്രിയപ്രേക്ഷകരെ, അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. പ്രത്യേകമായി അലങ്കരിച്ച മിലിറ്ററി വാഹനത്തിലാണ് ഭൗതികദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. വളരെ ചുരുങ്ങിയ ദൂരം മാത്രമേ AICC ആസ്ഥാനത്തേക്ക് എത്താനുള്ളൂ. വിലാപയാത്രയായി ഉദ്യോഗസ്ഥരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയവരും കോൺഗ്രസ് നേതാക്കളും അടക്കം വിവിധ വ്യക്തികൾ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരം ചേരുന്നു. അർജുൻ, വളരെ സാവധാനം വിലാപയാത്രയായാണ് ഭൗതികദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴും പ്രതിഷേധങ്ങൾക്ക് കുറവില്ല എന്നതാണ്. സംസ്കാരത്തിന് പ്രത്യേകം സ്ഥലം അനുവദിച്ചില്ല, സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ടല്ലോ. പല ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട്. പക്ഷേ പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക വാഹനം AICC ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി എന്ന് തന്നെ പറയാം. ഇനി 50 മീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വാഹനത്തിന്റെ ഇടത് ഭാഗത്തുള്ളത് ആ ഭാഗം മുഴുവൻ AICC ആസ്ഥാനമാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോകുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള തിരക്ക്, കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്തായാലും AICC ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗ് അദ്ദേഹം അവസാനമായി എത്തുകയാണ്. അദ്ദേഹം പല തവണ MP ആയിരുന്ന കാലത്തെല്ലാം തന്നെ ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലം, അവിടേക്ക് അവസാനമായി അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ നിന്നും ഒരു 10:30 അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര അത് നിഗംബോധ് ഘാട്ടിലേക്കാണ് പുറപ്പെടുക. അവിടെ എന്തായാലും പോകുന്ന വഴിക്ക് ഇന്ത്യ ഗേറ്റ് വഴിയായിരിക്കും പോവുക. ഇന്ത്യ ഗേറ്റിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇന്ത്യ ഗേറ്റ്, റിംഗ് റോഡ് ഭാഗങ്ങളിലൂടെയായിരിക്കും മൻമോഹൻ സിംഗിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള സൈനിക വാഹനം പോവുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങളും പോലീസും അതുപോലെ തന്നെ കോൺഗ്രസും എല്ലാവരും അറിയിച്ചിരിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് ആക്രമണങ്ങൾ നേരിട്ട പ്രധാനമന്ത്രി, പക്ഷെ അതിനെയെല്ലാം തന്നെ മൗനം കൊണ്ടും പുഞ്ചിരി കൊണ്ടുമെല്ലാം അതുപോലെ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ കൊണ്ടും മറികടന്ന ഒരു നായകൻ, ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ അന്ത്യയാത്ര അത് ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് എത്തുകയാണ്. ഇവിടെ എല്ലാ സാധാരണക്കാരായിട്ടും സോണിയാഗാന്ധിയാണ് ശരിക്കും ഭരണം നടത്തുന്നത്, ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ ഡമ്മിയായിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് തുടങ്ങി വലിയ ആരോപണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ഈ പറഞ്ഞതുപോലെ വളരെ സൗമ്യനായി നിശ്ചലനായി ഇരിക്കുകയും ശാന്തനായി ഇതിനൊന്നും പ്രതികരിക്കാതെ കടന്നു പോവുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലും വളരെ ശ്രദ്ധേയനാണ്. വിവിധ തലങ്ങൾ, വിവിധ പദവികൾ അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയാണ് എന്നതാണ് അധികം നമ്മളാരും മനസ്സിലാക്കാതെ പോയൊരു പ്രധാനമന്ത്രി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകുന്നത്. പ്രത്യേകമായി അലങ്കരിച്ച സൈനിക വാഹനത്തിലാണ് ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. സൈനികരും പോലീസും അടക്കം വിവിധ ആൾക്കാർ അകമ്പടിയായി വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ നിരവധി പേർ, കോൺഗ്രസ് നേതാക്കൾ, പൗരപ്രമുഖർ തുടങ്ങി നിരവധി പേർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. അർജുൻ പീതാംബരനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭൗതികദേഹം കൊണ്ട് ചെല്ലുന്നത് AICC ആസ്ഥാനത്തേക്കാണ്. അവിടെ അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, വസതിയിൽ നിന്നും ഭൗതികദേഹം ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അനൂപ, അവിടെ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ ഉള്ളത്? ആരൊക്കെ സ്ഥലത്തുണ്ട്? AICC ആസ്ഥാനത്തിന് മുന്നിലാണ് ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹമുള്ളത്. അകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ AICC ആസ്ഥാനത്തിനുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകളാകെ സംഘടിപ്പിക്കുന്നത് പ്രതിരോധ വകുപ്പാണ്. പ്രതിരോധ വകുപ്പ് ഇപ്പോൾ നമുക്ക് റോഡിൻ്റെ വശങ്ങളിൽ തന്നെ കാണാം. തോക്കേന്തിയ അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെ ഇവിടെ റോഡിന് ഇരുവശത്തുമുണ്ട്. ഇപ്പോൾ AICC ആസ്ഥാനത്തിനകത്തേക്ക് മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം അകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ സോണിയാഗാന്ധി ഉണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, ഒപ്പം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരെല്ലാം ഒപ്പം തന്നെ എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നേരത്തെ തന്നെ AICC ആസ്ഥാനത്തുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകം അലങ്കരിച്ച സൈനിക വാഹനത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ഇപ്പോൾ AICC ആസ്ഥാനത്തിനകത്തേക്ക്
ACC ആസ്ഥാനത്തിനകത്തേക്ക് കയറ്റുകയാണ്. ഇനി വെറും 20 മീറ്ററുകൾ മാത്രമേ ACC ആസ്ഥാനത്തിനകത്തേക്ക് ഈ റോഡിൽ നിന്നുള്ളൂ. സൈനികരും ഡൽഹി പോലീസും ഒരു പ്രതിഷേധത്തിന് ഇനി വകയില്ലാത്ത വിധം കേന്ദ്ര സർക്കാർ പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടല്ലോ. ഇതിന്റെയും വിശദാംശങ്ങൾ എന്താണ്? അതെ, പ്രത്യേക സ്ഥലം അനുവദിക്കും. അതായത് പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്നത് ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം എവിടെയാണോ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്, അവിടെ തന്നെ ഈ സ്മാരകം അനുവദിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ സംസ്കാര ചടങ്ങുകൾ ദിഗംബർ ഘാട്ടിൽ നടക്കട്ടെ, അത് കഴിഞ്ഞ് പ്രത്യേക സ്ഥലം അനുവദിക്കാം. സ്ഥലം അനുവദിക്കുന്നതിന് ഒരു നിയമപരമായിട്ടുള്ള ഒരു തടസ്സമുള്ളത് എന്തെന്നാൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിനാണ് സ്ഥലം അനുവദിക്കുക. എന്നാൽ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള സമയമൊക്കെ വേണം. അത് കഴിഞ്ഞ് സ്ഥലം അനുവദിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രത്യേകിച്ച് അമിത്ഷാ മല്ലികാർജുൻ ഖാർഗെയെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥലം അനുവദിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. എന്നാൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതുപോലെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ സ്ഥലം സംസ്കാരം നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ സ്മാരകത്തിന് സ്ഥലം അനുവദിക്കണം എന്നതായിരുന്നല്ലോ കോൺഗ്രസിന്റെ ആവശ്യം. ഇപ്പോഴും അക്കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നുവെന്ന് തോന്നുന്നു. പലരും പ്രതികരിക്കുന്നത് ആ തരത്തിലാണ്. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ഉണ്ട് എന്നതാണല്ലോ. അത് കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടോ? ഇത്തരത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം മാത്രമേ സ്ഥലം അനുവദിക്കാൻ കഴിയൂ എന്ന സാങ്കേതികത്വം? ഇതിന്റെ മറ്റു ക്യാബിനറ്റ് തീരുമാനമുണ്ട്, മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമുണ്ട്. അതായത് ഓരോ നേതാവിനും ഓരോ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകമായി സജ്ജീകരിച്ച അലങ്കരിച്ച മിലിറ്ററി വാഹനത്തിലാണ് ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. സൈനികർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം, മിലിറ്ററിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവശങ്ങളിലും തോക്കേന്തിയ സൈനികരുടെ സാന്നിധ്യമുണ്ട്. ഉള്ളിലും AICC ആസ്ഥാനത്തിനുള്ളിലും ആ കോമ്പൗണ്ടിനുള്ളിലും ഡൽഹി പോലീസിന്റെയും സൈനികരുടെയും സാന്നിധ്യമുണ്ട്. പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അനൂപ് ദാസ് വ്യക്തമാക്കുന്നത്. അനൂപ്, കേൾക്കാമെങ്കിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. AICC ആസ്ഥാനത്ത് വൻ ജനാവലിയുണ്ട്, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അവരെല്ലാം ഇവിടെ അവസാനമായി ഒരു നോക്ക് മൻമോഹൻ സിംഗിനെ കാണുന്നതിന് വേണ്ടി എത്തിയതാണ്. മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇതാ AICC ആസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ബ്ലോക്ക് ഉണ്ട് റോഡിൽ. അത് കടന്ന് അകത്തേക്ക് എത്തുമ്പോൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഒപ്പം രാഹുൽ ഗാന്ധി ഉണ്ട്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചാണ്. ഒപ്പം അശോക് ഗെഹ്ലോട്ട് ഉണ്ട്. അശോക് ഗെഹ്ലോട്ടിന് ഒപ്പം ഒരുമിച്ചാണ്. ഒപ്പം അശോക് ഗെഹ്ലോട്ടിന് ഒപ്പം DK ശിവകുമാർ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം AICC ആസ്ഥാനത്തിന്റെ മുറ്റത്ത് ഇറങ്ങി നിന്ന് മൻമോഹൻ സിംഗിന്റെ അവസാന യാത്രയിൽ അദ്ദേഹത്തെ യാത്രയാക്കാനുള്ള അവസാന വിലാപയാത്ര തുടങ്ങുന്നതിന് മുൻപ് AICC ആസ്ഥാനത്ത് മൻമോഹൻ സിംഗിനെയും കാത്ത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അശോക് ഗെഹ്ലോട്ട്, DK ശിവകുമാർ, V നാരായണസ്വാമി, അജയ് മാക്കൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയിരിക്കുന്നു. മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾ അവർ AICC ആസ്ഥാനത്തിന്റെ മുറ്റത്തേക്ക് വന്നിരിക്കുന്നു. രാജ്യത്തെ കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം ചേർന്ന് മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുകയാണ്. ഏറ്റവും അവസാനത്തെ യാത്രയിൽ മൻമോഹൻ സിംഗിനൊപ്പം നിൽക്കാൻ രാജ്യത്തെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് ആസ്ഥാനം ഒരു ജനസാഗരം പോലെ നിറയുന്നതിന്റെ കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. P ചിദംബരം, അജയ് മാക്കൻ, അൽക്ക ലാംബ തുടങ്ങിയിട്ടുള്ള നേതാക്കൾ എല്ലാം കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ മുറ്റത്തുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം ഇന്നലെ രാത്രിയാണ് കോൺഗ്രസ് ആരോപിച്ചത്. പ്രധാനമന്ത്രിയോട് കാണിക്കുന്ന അനീതിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ജയറാം രമേശ് പറഞ്ഞതിന് ഇതിന് പിന്നാലെ പ്രതിരോധ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അതിൽ കൃത്യമായി പറയുന്ന കാര്യം, അന്ത്യവിശ്രമ സ്ഥലം മൻമോഹൻ സിംഗിന് ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അമിത്ഷാ മല്ലികാർജുൻ ഖാർഗെയെ അറിയിച്ചിട്ടുണ്ട്. അതിന് പക്ഷേ
ചെറിയ സമയം ആവശ്യമാണ്. അതൊരു സാങ്കേതികമായ കാര്യമാണ്. ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രമേ സ്ഥലം അനുവദിക്കാൻ കഴിയുകയുള്ളൂ. ആ ട്രസ്റ്റ് രൂപീകരിക്കാനുള്ള ഇടപെടലൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സ്ഥലം അനുവദിക്കാം എന്നുള്ളതാണ്. എന്തായാലും ആ ട്രസ്റ്റൊക്കെ രൂപീകരിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു സ്മാരകം വേണം എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. അത് നേരത്തെയുള്ള പ്രധാനമന്ത്രിമാരുടെ ആവശ്യപ്പെടുന്നതും ഇപ്പോഴും പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വിവിധ കോൺഗ്രസ് നേതാക്കളൊക്കെയും പറയുന്നത് ഉചിതമായൊരു സ്മാരകം അവിടെ തന്നെ പണിയാൻ സ്ഥലം നൽകണമെന്നാണ്. ഇതിൽ ചില സാങ്കേതിക കാരണങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. കാര്യമാണ് ഇപ്പോൾ അനൂപ് ദാസും പങ്കുവച്ചത്.